വീട് നിർമ്മിക്കുക, ആ വീടിൻ്റെ താമസത്തിൻ്റെ തുടക്കം കുറിക്കുക, അതിൻ്റെ താക്കോൽ നൽകുക എന്നൊക്കെ പറയുന്നത് സാധാരണ നിലക്ക് സന്തോഷകരമായ ഒരു കാര്യമാണെങ്കിലും ഇപ്പോൾ നമുക്കാർക്കും സന്തോഷിക്കാൻ കഴിയുന്ന സമയമല്ല എന്നതാണ് വസ്തുത. അതിന് കാരണം ജിഷയുടെ അതിദാരുണമായ കൊലപാതകം തന്നെയാണ്. ആ ഓർമ്മയാണ് ഇവിടെ കൂടിയ എല്ലാവരുടെയും ഈ ചടങ്ങിനെക്കുറിച്ച് അറിയുന്ന എല്ലാ മലയാളിയുടെയും മനസ്സിലുള്ളൂ. ഇവിടെ ജിഷ കൊല ചെയ്യപ്പെട്ട സംഭവത്തിലേക്ക് ജിഷയുടെ അമ്മയുടെ കൂടി സാന്നിധ്യത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഔചിത്യമല്ല എന്നതുകൊണ്ട് അതിനകത്തേക്ക് മറ്റ് കൂടുതലായി കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു അമ്മയ്ക്കും ഈ ഒരു ഗതി വരാതിരിക്കണം. അതാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് അധ്യക്ഷൻ കുറേ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനെ മറ്റു തരത്തിൽ എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ സംഭവം കഴിഞ്ഞപ്പോൾ ജിഷയുടെ അമ്മയെ കാണാൻ ആ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഞാനും എത്തിയിരുന്നു. ഒരുപാട് ആളുകൾ എത്തിയ കൂട്ടത്തിൽ ആ സമയത്ത് ഞാനും വന്നിരുന്നു. അന്ന് അവർ എന്നോട് പറഞ്ഞ ഒരു വാചകം മാത്രമേ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ വികാരം വെച്ച് ഈ അമ്മയെയും ഇരുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഔചിത്യമല്ല എന്നതുകൊണ്ട് ഞാൻ കടക്കാതിരിക്കുന്നതാണ്. അവരെന്നോട് പറഞ്ഞത് എൻ്റെ മോളെ കത്തിക്കരുത് എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ്. അവരിവിടെയുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ദഹിപ്പിക്കാൻ പാടില്ല എന്ന് കുടുംബം ആവശ്യപ്പെട്ടാൽ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ദഹിപ്പിക്കാൻ അവകാശം?
സാധാരണ ഇതുപോലുള്ളൊരു കേസിൽ ദഹിപ്പിക്കാൻ കുടുംബം തീരുമാനിച്ചാൽ ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന പോലീസ് പറയുക ദഹിപ്പിക്കരുത് എന്നാണ്. കാരണം വീണ്ടും ചില പരിശോധനയ്ക്ക് ചിലത് ബാക്കി നിൽക്കണം. മറ്റൊന്ന് ഞാൻ അന്ന് കേട്ടതാണ്, എന്നോട് നേരിട്ട് അദ്ദേഹം പറഞ്ഞതല്ല. ഈ ജിഷയുടെ ശവശരീരം ദഹിപ്പിച്ച ആ ശ്മശാനത്തിൽ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ അവിടെയുള്ള പോലീസുകാരോട് പറഞ്ഞു, അല്ല സാറേ, ഇത് ദഹിപ്പിക്കാൻ പാടില്ലല്ലോ, വീണ്ടും പോസ്റ്റ്മോർട്ടോ മറ്റോ നടത്തേണ്ടി വന്നെങ്കിൽ പിന്നെ പ്രശ്നമാവില്ലേ? സാധാരണ ഒരു ശ്മശാന സൂക്ഷിപ്പുകാരനായ ഒരു സാധാരണക്കാരന് ഉണ്ടായ ആ ബോധം എന്തുകൊണ്ട് ഉയർന്ന കുറ്റാന്വേഷണ ബോധമുള്ള പോലീസിന് നഷ്ടപ്പെട്ടു പോയി? അത് ഓർമ്മിപ്പിച്ചിട്ടും വിട്ടുപോകാമല്ലോ, ആർക്കും കാര്യങ്ങൾ വിട്ടുപോകാം. പക്ഷെ ഓർമ്മിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ശരിയായ ജാഗ്രതയും അതിൻ്റെ ഭാഗമായുള്ള തീരുമാനവും അന്നത്തെ പോലീസ് സംവിധാനത്തിന് ഉണ്ടായില്ല? ബാക്കി ഒന്നിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. പോകാതിരിക്കുന്ന ഈ കാരണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാവുക. പക്ഷേ കുറേ കാര്യങ്ങൾ എനിക്കും അറിയാം, നിങ്ങൾ നിന്നെല്ലാം കേട്ടിട്ടുള്ളത്. അതിലേക്കിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പോകുന്നു. അപ്പോൾ സംഭവിച്ചത്, ഒരു കുറ്റം നടന്നാൽ കുറ്റം നടന്ന സ്ഥലത്തുള്ള തെളിവുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കോവളത്ത് നടന്ന ഒരു കൊലയും കൂടെ ഉറങ്ങുകയായിരുന്ന ഭാര്യയ്ക്ക് മാരകമായ പരിക്കേറ്റ സംഭവം. ഇന്ന് നിങ്ങൾ കണ്ടു ആ പ്രതിയെ പിടികൂടി എന്നുള്ളത്. ആ സംഭവം നടന്ന് പോലീസ് എത്തിയ ഉടനെ അവർ ചെയ്തത് ആ വീട് മുഴുവൻ ബന്ദോബസ്തിലെടുക്കലാണ്. അവിടെ ഒരാൾക്കും പ്രവേശനമില്ല, ഇപ്പോഴും പ്രവേശനമില്ല. കാരണം അവിടെ ബലപ്പെട്ട തെളിവുകൾ അവശേഷിക്കുന്നുണ്ട്. ആ തെളിവ് നശിച്ചുകൂടാ. അതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാലോ എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി, ഈ വീടിൻ്റെ സ്ഥിതി എന്തായിരുന്നു. അപ്പോൾ തെളിവുകൾ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരുടെ പ്രത്യേക മനോഭാവം കാരണം മിക്കവാറും തെളിവുകൾ നശിച്ചുപോയി. എന്നാലും ചിലത് അവശേഷിച്ചു. ആ അവശേഷിച്ചതിൻ്റെ മേലെ പിടിച്ച് തുറന്ന് അന്വേഷിച്ചപ്പോഴാണ് അതേ പോലീസിന് നേരത്തെ ഇത്തരത്തിലുള്ള അപാകതകളെല്ലാം സംഭവിച്ചെങ്കിലും കേരള പോലീസിന് നല്ല മികവ് ഉണ്ടാക്കത്തക്ക രീതിയിൽ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. അത് പോലീസിൻ്റെ മികവ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. ആ മികവോടുകൂടിയുള്ള കാര്യങ്ങൾ ഇനിയും നീങ്ങണം. കുറ്റവാളികൾക്കെതിരെ ജാഗ്രതയോടെയുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അതുണ്ടാവുമെന്ന് ഉറപ്പുവരുത്താൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ ഒരു സഹോദരിക്കും
ജിഷക്കുണ്ടായ അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു അമ്മയും വാക്കത്തി തലയണക്കടിയിൽ വെച്ച് കിടന്നുറങ്ങേണ്ട അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയണം. അതിന് ആകാവുന്നതെല്ലാം സർക്കാർ ചെയ്യും. എന്നാൽ അതേസമയം നമുക്ക് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ അയൽപക്കങ്ങൾക്ക്, നാം ഈ മണ്ണിൽ ജീവിക്കുന്നവരെന്ന നിലക്ക് സഹോദരങ്ങളായ നമുക്ക് ഒരു ബാധ്യതയും ചുമതലയുമുണ്ട്. ആ കുടിൽ നിന്ന് നിലവിളി ഉയർന്നിരുന്നു. മരണത്തിലേക്ക് നീങ്ങുന്ന നിലവിളി. പക്ഷേ ആർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. നമുക്കെപ്പോഴും ഒരു കരുതൽ വേണം നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽപക്കം, ഇവിടങ്ങളിലെല്ലാം സംഭവിക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ചുള്ള കരുതൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം.